ശ്രാന്തമമ്പരം ശ്രാന്തം. നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്തം മമ സ്വാന്തം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിങ്ങനെ ഒഴുകും ആ പാട്ട്. അത് കഴിഞ്ഞ് ആ സമയത്ത് മമ്മൂട്ടിയൊക്കെ വന്നിരുന്നു പരിചയപ്പെടാൻ. പിന്നീടാണ് എന്നോട് പറയുന്നത്, എനിക്കറിയില്ലല്ലോ. അത് പറയും, എന്തു പറ്റി? അല്ല, അത് നമ്മുടെ നമ്മുടെ വിജയശ്രീ അമ്മ എരുതു വെച്ചെന്ന് ആരോ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അപ്പം എനിക്ക് അപ്പോൾ ഷോക്കായി. അപ്പോഴാണ് ഞാൻ ഷോക്കാവുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം ഷൂട്ട് ചെയ്തത് പാട്ട് സീനായിരുന്നു. അദ്ദേഹം എഴുതി ഇത് ചെയ്ത പാട്ട് സീൻ PB ശ്രീനിവാസനാണ് പാടിയത്. ഞാനത് ആദ്യമായിട്ട് ഞാൻ പാട്ടിൽ അഭിനയിക്കുന്നു. അതൊരു അനുഭവമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ ലവ് സീൻ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഡയലോഗ്സ് പഠിപ്പിച്ച് ഞാനത് ചെയ്തു. ഒരു ഷെഡ്യൂൾ തീർത്തു. ഒരു ഷെഡ്യൂൾ തീരുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത ഷെഡ്യൂൾ ഔട്ട്ഡോറിന് പോകണം. കായൽക്കരയിൽ. അത് ഔട്ട്ഡോർ ചെമ്പിലാണ്, എറണാകുളത്ത് ചെമ്പിലാണ്, വൈക്കം ചെമ്പ്. അപ്പോൾ ചെമ്പിൽ ഔട്ട്ഡോറിന് പോയി. കായൽക്കരയിൽ സെറ്റ് ഇട്ടിരുന്നു. ഒരു പഴയ തറവാട്, അതിൻ്റെ പുറകിൽ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഷൂട്ടിങ്. അവിടെ വെച്ച് ഒരാഴ്ചത്തെ ഷൂട്ടിങ് ഔട്ട്ഡോർ. അത് കഴിഞ്ഞ് ആ സമയത്ത് മമ്മൂട്ടിയൊക്കെ വന്നിരുന്നു പരിചയപ്പെടാൻ. പിന്നീടാണ് എന്നോട് പറയുന്നത്, എനിക്കറിയില്ലല്ലോ. അന്ന് ക്രൗഡ് ഭയങ്കര ക്രൗഡാണ്. അത് ഈ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ വളരെ കുറവുള്ള, എല്ലാം കഴിയുന്നതും മദ്രാസിൽ വെച്ച് തന്നെ തീർക്കും. ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചെമ്പിലേക്ക് വന്നത്. കാരണം കായൽ വേണം, കായലും അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേണം. ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് അവിടെ വെച്ചത്. ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റ പാട് വളരെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ക്രൗഡിൽ വന്ന് എന്നോട് സംസാരിച്ചു എന്ന് മമ്മൂട്ടി പിന്നെയാണ് എന്നോട് പറയുന്നത്, കുറേ കാലങ്ങൾക്ക് ശേഷം. അപ്പം അങ്ങനെ പിന്നെ അങ്ങോട്ട് പിന്നെ മലയാള പടങ്ങൾ തമിഴിൽ അഭിനയിച്ചു? ഇല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. തമിഴിൽ എന്നെ ബുക്ക് ചെയ്തു. ലക്ഷ്മി ഞാനുമായിരുന്നു. ശിവാജി KR വിജയ, ലക്ഷ്മി ഞാൻ, അങ്ങനെയായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം പ്രൊഡ്യൂസർ വിളിച്ചെന്നോട് പറയുകയാണ്, രാഘവൻ ക്ഷമിക്കണം, എനിക്ക് നിവൃത്തിയില്ലാതെ പോയത്, രാഘവനെ അതിൽ നിന്ന് മാറ്റണം എന്ന് വളരെയധികം ശക്തമായ ഇത് വന്നു. അതുകൊണ്ട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞു, സാരമില്ല, അങ്ങനെ വന്നത്, സാരത്തിനെ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നും മാറി. ശേഷം തമിഴിൽ ഇന്നേ വരെ ഞാൻ അഭിനയിച്ചു. അല്ല, അന്നും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിഭയങ്കരമായിരുന്നു. അതല്ലേ ഇങ്ങനെ. അന്ന് ഇന്നത്തെക്കാളും ഭീകരമായിരുന്നു. എനിക്ക് അനുഭവമാണ്, എൻ്റെ അനുഭവം അതാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ ആരോടും പറയാറില്ല, അങ്ങനെ അനുഭവിച്ചു. ഇതിപ്പോൾ ചോദിച്ചുകൊണ്ട് തമിഴിൽ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ, അതൊന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ കാണുന്നത് റെസ്റ്റ് ഹൗസിലാണ്. ആണ്. അതെ, റെസ്റ്റ് ഹൗസിന് മുമ്പ് ഞാൻ പലതിലും അഭിനയിച്ചു. പിന്നെ അതിന് ശേഷമാണോ എന്നറിയില്ല, അമ്മ എന്ന സ്ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിനൊക്കെ ശേഷം ആണ് അഭയത്തിൽ ഹീറോ വേഷം ചെയ്തു. അഭയത്തിൽ മുഖ്യമായ വേഷം ചെയ്തു. അപ്പം ചെമ്പരത്തി ഇതിന് ശേഷമാണ്? ചെമ്പരത്തി അതിന് ശേഷമാണ്. അതിന് ശേഷം അല്ലേ? അത് ശരി. ചെമ്പരത്തി എത്രയോ പടങ്ങൾ കഴിഞ്ഞിട്ടാണ്. അത് അഭയത്തിലെ എൻ്റെ ഇത് കണ്ടിട്ടാണ് ചെമ്പരത്തിക്ക് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു വളരെ ഫേമസ് ആകാൻ പറ്റിയ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. ചെമ്പരത്തിയ പാട്ടും അതൊക്കെ ഫേമസ്. അതെ, അത് ഫേമസ് ആയി. അത് വലിയ ഭാഗ്യമായിരുന്നു ആ പാട്ട്. അതെ, ഇപ്പോഴും റിയാലിറ്റി ഷോയിലൊക്കെ ആ പാട്ട് പാടുന്നു. ഫേമസ് ആയി കഴിഞ്ഞാലേ ഈ പാട്ടുകൾ പോലും പ്രശസ്തമാവുള്ളൂ. ഫേമസ് ആയില്ലെങ്കിൽ പാട്ടുകളും പ്രശസ്തമാവില്ല. ശരി, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അഭയം ഒരു ആർട്ടിസ്റ്റിക് ഫിലിമായിരുന്നു. അത് ഒരു കമേഴ്ഷ്യൽ അല്ലാത്തത് കൊണ്ട് അതൊരു ജീവചരിത്രമാണ് സത്യത്തിൽ. ഒരു
പഴയ കവയിത്രിയുടെ ജീവചരിത്രം. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൽ പാട്ടുകളായിരുന്നു മുഴുവനും. വളരെയധികം പാട്ടുകളുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകൾ. അതിലെനിക്ക് വളരെ നല്ലൊരു പാട്ട് പാടാനുള്ള ഭാഗ്യമുണ്ട്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു വലിയ കവിതയാണ്. ആ കവിത, കടുകട്ടിയായ കവിത, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികൾ അതിമനോഹരമായി ഈണം നൽകി സുന്ദരമാക്കി മാറ്റിയ ഒരു ഗാനം. അതേത് ഗാനമായിരുന്നു? മാഭയത്തിൽ. അത് കടുകട്ടിയാണ് പദങ്ങൾ. ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്തം മമ സ്വാന്തം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിങ്ങനെ ഒഴുകും ആ പാട്ട്. സ്വാമികൾ അതിനിങ്ങനെ ലയിച്ചിട്ട് ഒഴുകി. അത് നമ്മുടെ യേശുദാസ് അതിമനോഹരമായിട്ട് പാടിയ ഗംഭീരമായ ഗാനം. അത് കേട്ടിട്ടുണ്ടോ? അത് ഉണ്ട്. അതിമനോഹരമായ ഗാനം. നല്ല ഗാനമാണ്. ഒന്നും മൂളാൻ പറ്റൂ? അങ്ങനെ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. കാരണം അത് പഠിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് പിന്നെ അത് അവിടെ അങ്ങനെ വെച്ചു. തുടക്കം ഇങ്ങനെ ശ്രാന്തമമ്പരം, അങ്ങനെയാണ് തുടക്കം. പിന്നെ നമ്മൾ ഒന്നിച്ചഭിനയിച്ച പടമാണ് അയോധ്യ. അതെ അതെ അതെ, അത് നല്ലോണം. അതെ, അത് റെസ്റ്റ് ഹൗസിൽ നമ്മൾ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശ്രീലതയെ ഞാൻ ആദ്യം കാണുമ്പോൾ ലത വളരെ ജോവിയലായിരുന്നു, എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് ഗംഭീരമായിട്ട്. ഞാൻ മൂകനായിരുന്നു, ഞാൻ ആരോടും ഒന്നും മിണ്ടില്ല, ഒതുങ്ങി. ഇതെന്ത് ഇങ്ങനെ ഞാൻ അടുത്ത് കൊറേ നമ്മള് അതെ ഞാൻ ചോദിച്ചാൽ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും ചിരിക്കുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര ഒരാൾ മാത്രം. അല്ല, അതിപ്പോഴും അങ്ങനെയാണ്. ഒരാൾ മാത്രം വളരെ എല്ലാം നോക്കി കണ്ടിരിക്കുന്നു. എനിക്കൊരു മാറ്റമില്ല. കാരണം ഞാൻ പണ്ടേ അങ്ങനെ, ചെറുപ്പം മുതലേ അങ്ങനെ. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ തമ്മിൽ അഭിനയിക്കുമ്പോഴുള്ള ബന്ധമല്ലാതെ പിന്നീട് നമ്മൾ കാണുകയോ വിളിക്കുകയോ പോലും ചെയ്യാറില്ല ആരുമായിട്ടും. അതാണ് എൻ്റെ ജീവിത രീതി ഇന്നേ വരെ. അത് പിന്നെ കാര്യങ്ങളെല്ലാം തുറന്ന് മുഖത്ത് നോക്കി പറയും. ഒരു സീൻ അതെനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ സീരിയലിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമില്ലാത്ത പല ഡയലോഗ്സും പരിപാടികളും ഒക്കെ ഉണ്ട്. അത് ആ സീനിൽ ചേരാത്തതാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് പിന്നെ ഞാനെങ്ങനെ പറയും, പക്ഷേ രാഘവട്ടം പറയും അത് അതിൽ ചേരുന്നതല്ല, സീരിയലിൽ മാത്രമല്ല മാറ്റിക്കോ. സിനിമയിലും പറഞ്ഞിരുന്നു. അത് തന്നെ, സിനിമയിലും പറഞ്ഞിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, അങ്ങനത്തെ പടങ്ങൾ വന്നപ്പോൾ ഡയലോഗ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. സത്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം, വിജയശ്രീ മരിച്ച ആ സമയത്ത് നമ്മളെല്ലാം കൂടെ അവിടെ ഒരു ഷൂട്ടിലായിരുന്നപ്പോൾ ബാംഗ്ലൂർ, ആ ചേട്ടൻ മാത്രം അതൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നു ഇങ്ങോട്ട് ചെന്നൈയിലോട്ട്, അല്ലേ? അല്ല, നമുക്കൊക്കെ അന്ന് അത്ര ഒരു കാണണം എന്നുണ്ടെങ്കിൽ തന്നെയും എനിക്കത്ര വോയിസ് ഒന്നുമില്ല, എനിക്കത്ര പറയാനുള്ള ഇതൊന്നും. നമുക്ക് നമ്മുടെ ഉള്ളിൽ അവരെ കാണണം അവസാനം എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അത് പോട്ടെ, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ അന്ന് ആ ഒരു ചുറ്റുപാടിൽ അങ്ങനെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ടും തലേ ദിവസം രാത്രി മെരിലാൻഡിലെ മാനേജർ എന്നെ വിളിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ മറ്റേ വിജയശ്രീ മാഡം വരും, അവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ രണ്ടുപേരും നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഇവിടെ എത്തണം എന്നുള്ളത്. അപ്പോൾ വിജയശ്രീ എവിടെയോ ആയിരുന്നു എന്ന് എനിക്കറിയില്ല, എന്തോ പറഞ്ഞു റെഡി ആവാൻ. ഷൂട്ടിങ്ങിനല്ലേ? അല്ല, ഞാനിപ്പോൾ ബാംഗ്ലൂരല്ലേ. അതെ, ട്രിവാൻഡ്രത്തെ ട്രിവാൻഡ്രത്തുള്ള ഷൂട്ടിങ്ങിന് മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, എല്ലാം പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീക്കുമല്ലോ. ഞാൻ നേരത്തെ എഴുന്നേറ്റു, ആരെയും കാണുന്നില്ല, ഒരു ഒത്തിരിയും കാണുന്നില്ല. നേരത്തെ എഴുന്നേറ്റിട്ട് പോലും ആരെയും കാണുന്നില്ല.
ചായ കൊണ്ടു തരുന്നില്ല, ആരെങ്കിലും ചായ കൊണ്ടു തരുമോ പിള്ളേർ? കുറേ കഴിഞ്ഞൊരു പയ്യൻ, നമ്മുടെ ചായ കൊണ്ടു തരുന്ന പയ്യൻ വെറുതെ നടന്നു പോകുന്നുണ്ട്, ചായ ഒന്നും കൊണ്ടു തന്നില്ല. അപ്പോൾ എന്താ ചായ ഒന്നും കൊണ്ടുതരാം? അല്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം, ഇപ്പോൾ മറന്നുപോയി, കൊണ്ടുതരാം. എല്ലാവരും അവിടെയാണ്, ഇന്ന സ്ഥലത്ത് റൂമിലാണ്. അത് പറഞ്ഞു, എന്ത് പറ്റി? അല്ല, അത് നമ്മുടെ വിജയശ്രീ അമ്മ ഇറന്നു വെച്ചെന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ എനിക്ക് ഷോക്കായി. അപ്പോഴാണ് എനിക്ക് ഷോക്കാവും. ഉടനെ ഞാൻ മാനേജറെ വിളിച്ചു, മെരിലാൻഡ് മാനേജറെ വിളിച്ചു പറഞ്ഞു. അയാൾ കരയുക, അവിടെ ഇരുന്ന് കരച്ചിലോടുള്ള കരച്ചിൽ. ഞാൻ വിളിക്കുമ്പോൾ ഫോണിൽ കരയുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ പിന്നെ ഞാൻ ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്നായി ആലോചിച്ചു. ആരെയും കാണുന്നില്ല, ആരും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറോ മറ്റോ പുറത്തേക്ക് വന്നു, അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്ന് ഷൂട്ടിംഗ് ഒന്നും വെക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഷൂട്ടിംഗ് നടക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ പറ്റില്ലല്ലോ എന്നെനിക്കൊരു തോന്നൽ. അതെങ്ങനെ ഷൂട്ടിംഗ് വയ്ക്കും? ശരിയല്ലല്ലോ അത് എന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നി, ഇത്രയും നമ്മുടെ കൂടെ അഭിനയിച്ച, ഇത്രയും കൂടെ ഇനി അഭിനയിക്കാൻ പോകുന്ന ഇങ്ങനെയുള്ള ഒരു സ്ത്രീ അവിടുന്ന് മരിച്ചു. പോകണം എന്നുള്ളൊരു വാശി ഉള്ളിൽ വന്നു.